എല്ലാവർക്കും രാധോസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് സാൻഡ്വിച്ച്, ഒരു കിഡ്സ് സ്പെഷ്യലാണ് എഗ് സാൻഡ്വിച്ച്. ഇതിന് ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബട്ടർ, 1 സ്ലൈസ് ചീസ്, 1 മുട്ട. വീറ്റ് ബ്രെഡ് വേണമെങ്കിൽ നമുക്കിതിന് ഉപയോഗിക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇടാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും കുറച്ച് ഒരു മെൽറ്റാവണം. അധികം ഇതാവണ്ട, കുറച്ചൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും അധികം ചൂടാവരുത്, പാൻ അധികം ചൂടാവരുത്. അപ്പോഴേ ബട്ടർ നമ്മൾക്ക് കരിഞ്ഞു പോകും. ഇപ്പോൾ ബട്ടർ ഒന്ന് ചെറുതായിട്ട് മെൽറ്റായി വരുമ്പോഴേക്ക് ഈ ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ ഒരു സൈഡ് ഈ മുട്ടയിൽ മുക്കിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് മാത്രമേ ഇത് മുട്ടയിൽ മുക്കുന്നുള്ളൂ. ആ സൈഡ് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോഴാ മുട്ടയും നന്നായിട്ട് മൊരിഞ്ഞു വരും. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം. ഇതിപ്പം ഒരു സൈഡ് മുട്ട പൊരിച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലൈസും എടുത്തിട്ട് ഒരു സൈഡ് പൊരിച്ചെടുക്കാം. അതേ ബട്ടറിൽ തന്നെ, ഇനി വേറെ ബട്ടർ ചേർക്കേണ്ട, അതേ ബട്ടറിൽ തന്നെ ഒരു സൈഡ് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന ഈ മുട്ട ഇരിക്കുന്ന സൈഡിൽ ഒരു സ്ലൈസ് ചീസ് എടുത്ത് വയ്ക്കാം. ചീസ് എടുത്ത് വെച്ചിട്ട് മറ്റേ സൈഡ് അതുപോലെ മടക്കി വയ്ക്കാം. ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് ആയില്ലേ. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട്, വേറൊരു ഗ്രില്ലിംഗ് പാനോ ഏത് പാനായാലും പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ബട്ടർ ഇടാം, കുറച്ച് ബട്ടർ. ഈ സാൻഡ്വിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബട്ടർ. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന, നമ്മൾ സാൻഡ്വിച്ചായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഇത് നമുക്കിതിലോട്ട് വെക്കാം. 2 സൈഡും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത്, തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. രണ്ട് സൈഡും ഫ്രൈഡ് ആയി വന്നിട്ടുണ്ട്. 2 സൈഡും തിരിച്ചും മറിച്ചും ഞാൻ കുറച്ച് നേരം ഇട്ട് അധികം കരിഞ്ഞു പോകാതെ ഈ ഒരു കളർ വരുമ്പം നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം ഏറ്റവും കുറച്ച് തന്നെ വെച്ചിരിക്കണം, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം, ഇല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് പാൻ ഓഫ് ചെയ്തിട്ട് ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.